ഡോക്ടർ ആയില്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഒരു പോലീസ് ഓഫീസറാണ് വരുന്നത്. എഞ്ചിനീയറിംഗ് പോവാൻ എന്റെ സ്വഭാവം വെച്ച് വല്ല ഞാൻ പോലീസിലോ വല്ലതും പോലീസ് ചിലപ്പോൾ ഒരു ടീച്ചർ ആയേനെ. എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഈ പ്രൊഫഷനിലല്ലായിരുന്നു മെയിനായിട്ട് താല്പര്യം എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ഇതിൽ വന്നു പെട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഫോറൻസിക്കാണ്. അതുകൊണ്ട് ഫോറൻസിക് എടുത്തു. ടീച്ചറാണ് ഇഷ്ടം. ഫിസിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഹൗസ് വൈഫ് ആവുമായിരുന്നു. പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗ് ആവാനാണ് ഇഷ്ടം. മെഡിസിൻ ഇഷ്ടമായിരുന്നു. ആദ്യം മുതലേ മെഡിസിൻ ഇഷ്ടമാണ്. പക്ഷെ മെഡിസിനിൽ ഒത്തിരി സിസ്റ്റം ഒരുമിച്ച് പഠിക്കാനുള്ള ഒരു ആരോഗ്യം ഇല്ലാത്തത് കാരണം റെസ്പിറേറ്ററി മെഡിസിനിൽ ഫോക്കസ് ചെയ്യാൻ വെച്ചു. സർജറി ആൾട്ടർനേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ സർജറി. അപ്പോൾ എനിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡായിട്ട് തോന്നി. സോ ഇറ്റ് ബൈ ചാൻസ് കിട്ടി. സോ ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് CG പീരീഡിൽ 99% കമ്മ്യൂണിറ്റി മെഡിസിൻ ആയിരുന്നു. സ്പെഷ്യാലിറ്റി എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. MBBS പഠിക്കുന്ന സമയത്തും കാർഡിയോളജി ഡോക്ടർമാർ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. സർജിക്കൽ ഫീൽഡിലായിരുന്നു താല്പര്യം. യൂഷ്വലി ഇതൊരു മെയിൽ ഡോമിനേറ്റിംഗ് ഫീൽഡും കൂടെ ആയിരുന്നു പ്രധാനമായിട്ട്. അപ്പൊ നമുക്ക് പൊതുവെ കാണുന്നതും നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും. അത് എനിക്ക് തോന്നുന്നു ഒന്ന് രമ മാഡം ആയിരുന്നു. ഞങ്ങളുടെ UG ടൈമിൽ രമ മാഡം ഞങ്ങൾ കേസ് കാണാൻ പോകുമായിരുന്നു. പോസ്റ്റ്മോർട്ടം കേസുകൾ കാണാൻ പോകുമ്പോൾ രമ മാഡം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. എനിക്കിഷ്ടം റേഡിയോളജിയും സ്കിന്നും ആയിരുന്നു. കാരണം ജോലിയൊന്നും വലുതായിട്ട് ചെയ്യുന്നു. പക്ഷെ കിട്ടിയത് ഓർത്തോടെ HOD ഉള്ളതുണ്ടായതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. സർജറി പിന്നെ കിട്ടിയ സർജറിയാണ്. പിന്നെ അനസ്തേഷ്യം കിട്ടിയത്. പിന്നെ സർജറി എടുക്കാൻ പറ്റും. മെഡിസിൻ കണ്ടോട്ടെ സർജിക്കൽ സ്പെഷ്യാലിറ്റി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സാധനങ്ങള് ലൈറ്റ് തിയേറ്ററിൽ കയറുമ്പോ എനിക്ക് മൈഗ്രെയിൻ വരും. പാട്ട് കേൾക്കും. പിന്നെ ഇപ്പൊ എല്ലാരും ചെയ്യുന്ന പോലെ റീൽസ് കാണും. കൂടുതലും പൂച്ച വീഡിയോസ്. പൂച്ച ഫേവറേറ്റ്. കൃഷി ഹോബി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത്യാവശ്യം കുറച്ച് TV വാച്ച് ചെയ്യും. പിന്നെ ഐ യൂസ് ടു വർക്ക് ഔട്ട്. പിന്നെ വെറുതെ സമയങ്ങൾ മ്യൂസിക് അതുപോലെ ഫിലിംസ് രണ്ടും പണ്ടേ ഒരു പാഷൻ. റീൽസ് ഉണ്ട്. പിന്നെ പാട്ടൊക്കെ കേൾക്കും, സിനിമ കാണും. പിന്നെ എന്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കുറച്ച് PDADയും കുറച്ച് ഗോസിപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും. റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഉറക്കത്തിലാണ്. ഉറക്കം ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഞാന് വരയ്ക്കുമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഹോബി ബുക്ക് വായന. പിന്നെ സിനിമ ഇപ്പൊ മെയിനായിട്ട് സ്വിമ്മിങ് ആണ്. പിന്നെ അല്ലാതെ ഹോബീസ് അങ്ങനെ TV ഇടയ്ക്കൊക്കെ സിനിമ ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ സ്ഥിരം സിനിമ ഇതൊന്നുമില്ല. ഒന്നുമില്ല. മെഡിസിനിൽ ജോലി ചെയ്യേണ്ട നല്ല ഡോക്ടർ ആവാൻ വേണ്ട ഒന്നുമില്ല. എന്തോ ഞാൻ കണ്ടുവിട്ടേ പറയുന്ന ഒരു കാര്യം കോമൺ സെൻസ് വേണം. കോമൺ സെൻസ് മാത്രമല്ല, കോമൺ സെൻസ് എന്ത് എവിടെ പറയണം, എങ്ങനെ കൺവേ ചെയ്യണമെന്ന് അറിഞ്ഞാൽ always consider everyone as your colleague. Then relations will be very good. Perseverance and hard work. ഇത് രണ്ടുമാണ് key to success മെഡിസിനിൽ. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത് ബാക്കിയുള്ളവരെ മൈൻഡ് ചെയ്തു. ഞാൻ നിങ്ങളുടെ തലമുറയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്നെ പഴയ തലമുറയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. ഞാൻ ഒരു ന്യൂ ജനറേഷൻ ഡോക്ടറിനാണ് ഞാൻ പൊതുവെ സ്വയമേ വിചാരിച്ചിരുന്നത്. നിങ്ങൾ എന്നെ തന്തവൈബിലേക്ക് കൊണ്ടുപോയി അല്ലേ? ട്രീറ്റ്മെന്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് അവർക്ക് വേണ്ടി അല്ലാതെ ഈവൻ our word
Even one word from us or one smile from us makes a difference. ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാം. സാറന്മാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന നോളജ് വേറെ ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമിൽ നിന്നും കിട്ടത്തില്ല. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് യു ഷുഡ് ഗോ അബൌട്ട് വിത്ത് തിങ്സ് യു ലൈക്ക്. എന്നുവെച്ചാൽ നമുക്കൊരു ഫീൽഡ് ഇഷ്ടമാണെങ്കിൽ അതിനകത്ത് പോകാം, അല്ലാതെ അതിൻ്റെ ആ ഒരു എന്താ പറയുക പേരിനോ അങ്ങനെ പോകാതെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫീൽഡാണോ, ഇഫ് യു ലൈക്ക് ടീച്ചിങ് go with the teaching aspect. If you like diagnostic work, go with that. If you love to see patients, definitely you should go for that field. പഠിക്കുക, go for it. നമ്മുടെ at the same time you enjoy your life also. നിങ്ങൾ ഏത് ഫീൽഡാണെങ്കിലും സെലക്ട് ചെയ്യുന്ന ഫീൽഡിലൂടെ ആത്മാർത്ഥത കാണിക്കുക. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് എല്ലാത്തിനും ഐ മീൻ ഒരു ലെവൽ പൊങ്ങി നിന്നാലേ നമുക്ക് അത് സർവേ ചെയ്യാൻ പറ്റുള്ളൂ. പേഷ്യന്റിനെ ഹെഡ് ഫുഡ് എക്സാം ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നത് ഒരു പേഷ്യന്റ് എക്സാം തരും. ഒരു പേഷ്യന്റ് എന്താ എന്ത് പറ്റി വേറെ പേഷ്യന്റ് യു ഷുഡ് എക്സാം ദ പേഷ്യന്റ് ഫ്രം ഹെഡ് എക്സാം വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ പാർട്ടാണ്. ബേസിക് മെഡിക്കൽ ലീഗൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ട്രീറ്റ്മെന്റ് പാർട്ട് എന്തായാലും നമ്മൾ എല്ലാവരും പഠിക്കും. MBBS കോഴ്സുകൾ ഒരു നീറ്റ് UGക്കും നീറ്റ് PGക്കും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് മാത്രം കണക്കാക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇതിനൊക്കെ മാറി നമ്മൾ ഈ പ്രൊഫഷൻ എടുത്തിട്ട് നമ്മുടെ സാറുമാരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളും നമ്മൾ പേഷ്യൻസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളുമാണ് ജീവിതത്തിൽ ഓർമ്മ ഇരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യത്തോടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡോക്ടറായിട്ട് മുന്നോട്ട് നീങ്ങാവൂ. അത് ഈ വാർഡില് റൗണ്ട്സ് എടുക്കാൻ പോകുന്നത് അവിടത്തെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാൻ ഇല്ലാത്ത ബെഡ് ഇരിക്കുന്നത് ഒരു ERG അഡ്മിനിസ്റ്റർ ചെയ്ത അനാഫിലാക്സിസ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്. പേഷ്യന്റ് കെയറിൽ പേഷ്യന്റ് ഫോമിലി പോകണമെങ്കിൽ എന്തെങ്കിലും പേഷ്യന്റ് കോംപ്ലിക്കേഷനിൽ പോകുന്നെങ്കിൽ നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിരിക്കും. സ്ട്രെസ് വരുന്ന OP ഒരുപാട് കൂടും. OP ആഫ്റ്റർ 1:30 എനിക്ക് വലിയ പാടാണ്. രാവിലെ തുടങ്ങുന്നതല്ലേ, അപ്പൊ നോൺ സ്റ്റോപ്പ് OP. പ്രത്യേകിച്ചും ഇവിടെ എല്ലാ പെയിനും പേഷ്യന്റും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വരുന്നവരെല്ലാം കൂടെ ഉള്ള ബൈസ്റ്റാൻഡേഴ്സ് എല്ലാം OP എടുക്കും. അപ്പൊ അത് നമുക്ക് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഒരു 1.5 ഓക്കെയാണ്. അത് കഴിയുമ്പോൾ ഫീൽ ഫ്രസ്ട്രേറ്റഡ്. പറഞ്ഞാൽ ചിരിക്കരുത്. ഫ്രഞ്ച് ഫ്രൈസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഇപ്പൊ ഒരു ഫുഡ് മാമിന് വർഷം എപ്പോഴും കഴിക്കാൻ പറ്റും? സദ്യ ഫുഡ് നമ്മുടെ ദോശ, സാമ്പാർ, എനിക്ക് ചോറ് അങ്ങനെ ഒരു ഫുഡ് പാടായിരിക്കും. പൊതുവെ എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണ്. lot of assistance. നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ഡൗട്ട്സ് കൂടുതൽ ക്ലിയർ ചെയ്യുകയും നമ്മുടെ മെജോറിറ്റി നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ഒരു മെജോറിറ്റിയും വന്ന് നമ്മുടെ അടുത്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് സീനിയർ ഡോക്ടർ ഫീൽ വരുന്നത്. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് ജൂനിയർ. സംടൈംസ് ഞാൻ ഇപ്പോഴും ചിലപ്പോൾ അഡ്വൈസ് എടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫുള്ളി നമുക്ക് സീനിയർ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ സീനിയർ ഡോക്ടർ ജൂനിയർ ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഒരു ഇയർ ഏജ് വൈസ് അല്ലെങ്കിൽ സർവീസ് ഹിസ്റ്ററി വൈസ് ഉള്ളത്. Then you can encourage others. I still believe that I am not that senior. Every day you learn something. When students are near me, Interaction with students ആണ് ഏറ്റവും മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ട്രീറ്റ് ചെയ്ത പേഷ്യന്റ് ഒരു നല്ലൊരു ഔട്ട്കം കണ്ടു കഴിയുമ്പോൾ യൂഷ്വലി നമ്മുടെ ഒരു ടീം വർക്കോട് നമ്മൾ സർജറി ചെയ്യുമ്പോൾ സർജറി എന്ന് മാത്രമല്ല നമ്മളൊരു മെഡിക്കൽ സയൻസ് എസ്പെഷ്യലി സർജിക്കൽ ഫീൽഡ് നമ്മൾ ടീം വർക്കായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് അവിടെ പരസ്പരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക്
അപ്പൊ തന്നെ സ്റ്റാറ്റ് നമുക്ക് റിസൾട്ട് അറിയുന്നത് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുന്നു. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. പേഷ്യന്റെ സൈഡിൽ നിന്ന് പഠിക്കുന്നതെന്ന് വെച്ചാല് അവര് ദേ ആർ ഓൾവേസ് ഡിമാൻഡിങ്. അവര് നല്ലൊരു ഔട്ട്കം കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ ഓൾ ഹാപ്പി. ഒരു മോശം അനുഭവം വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഓൾവേസ് ബ്ലെയിം ഇറ്റ്. സോ നമ്മളെ പേഷ്യന്റിനോട് നമ്മള് നല്ല രീതിയിൽ നമ്മൾ പോവുക. അല്ല, പേഷ്യൻസ് പല തരം ഉണ്ടാകാം. അപ്പം നമ്മുടെ സൈഡ് ഫ്രാങ്കായിട്ട് പറയുക അവരടുത്ത്. പേഷ്യൻ്റ് യൂഷ്വലി അവരുടെ ഇമോഷണൽ ആസ്പെക്ട്സ് നമ്മൾ അറിയുന്നത് പേഷ്യന്റിനോട് സംസാരിക്കുമ്പോഴാണ്. എന്റെ MBBS ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ മൊമെന്റ് ഏതായിരിക്കും? ഒരു മൊമെന്റ് പറയുന്നത് എന്തുകൊണ്ട്? നമ്മൾ MBBS പഠിക്കുമ്പോൾ 5 വർഷം തിയറി പഠിക്കും. നമ്മൾ തിയറി പഠിച്ച് വെളിയിറങ്ങിയാൽ നമ്മൾ എന്താവും? ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. ഇഫ് യു ഡു ഹൗസ് സർജൻസി വെരി വെൽ, യു വിൽ ബി എ ഗുഡ് ഡോക്ടർ. അതർവൈസ് യു വിൽ ബി എ സിമ്പിൾ ഒരു ഗ്രാജുവേഷൻ, മെഡിക്കൽ ഗ്രാജുവേറ്റ്. അപ്പൊ ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ആണ്. ലൈഫിലെ മെമ്മറബിൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഹൗസ് സർജൻസി പീരീഡ് ആണ്. ഹൗസ് സർജൻസിയില് എനിക്ക് എന്റെ വളർച്ച തുടങ്ങിയത് ഹൗസ് സർജൻസി പീരീഡ്. എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നത് ഹൗസ് സർജൻസി പീരീഡ്.